ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നൽകാൻ പോകുകയാണ്. ചെയിൻ മെയിലിനെയും പിന്നീട് ക്രൂശീകരണത്തെയും കുറിച്ചുള്ള കാലഗണനയിലെ തെറ്റ് നമുക്ക് നോക്കാം. ക്രൂശീകരണം ഖുറാനിൽ വെറും ആശയക്കുഴപ്പം മാത്രമല്ല, അവർക്ക് ശരിയായി ലഭിക്കേണ്ട ഒരു കുരിശുമരണം അവർക്ക് ലഭിച്ചതുമില്ല. ഞങ്ങളെ ശ്രദ്ധിച്ചാലും. ഇവിടെ സ്റ്റുഡിയോയിൽ ഉള്ളത് ജെ സ്മിത്ത്. ഞങ്ങൾ ഹിസ്റ്റോറിക്കൽ അനാക്രോണിസങ്ങൾ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവും തുടരുകയാണ്. ഖുർആനിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഖുർആൻ നടത്തിയ നിരവധി തെറ്റായ ചരിത്രപരമായ അവകാശവാദങ്ങൾ മുൻപ് കാണുവാനിടയായി. ഉദാഹരണത്തിന് 17 അധ്യായത്തിൽ നിന്നും മറ്റൊന്ന് 20 അധ്യായത്തിൽ മോശയുടെ കാലത്ത് സമരിയാക്കാരുടെ നിലനിൽപ്പിനെക്കുറിച്ചും മാത്രമല്ല ഡോം ഓഫ് ദി റോക്ക് അല്ലെങ്കിൽ മുഹമ്മദ് സ്വർഗാരോഹണം ചെയ്ത കാലത്ത് ജെറുസലേമിൽ ഒരു ഇസ്ലാമിക പള്ളിയുടെ അസ്തിത്വത്തെക്കുറിച്ചും പ്രതിപാദിക്കാൻ ഇടയായി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഖുർആനിൽ ആ സംഭവങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ആ സംഭവങ്ങൾ ചരിത്രപരമായി പറഞ്ഞാൽ കൃത്യതയുള്ളതല്ല. ഇന്ന് ഞങ്ങൾ ആ ഉദാഹരണങ്ങളിൽ ഒന്നുകൂടി നോക്കാൻ പോകുന്നു. എന്റെ കൂടെ സ്റ്റുഡിയോയിൽ അത് ചെയ്യാൻ ജെ സ്മിത്ത് ഉണ്ട്. ജെയ്, തെറ്റുകളുടെയും ചരിത്രപരമായ അനാക്രോണിസങ്ങളുടെയും ഉദാഹരണങ്ങളിൽ നമുക്ക് ഇവിടെ മറ്റെന്താണ് ഉള്ളത്? ശരി, നമുക്ക് ഇപ്പോൾ ഖുറാന്റെ 34 അധ്യായത്തിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ സ്ലൈഡുകളിലേക്ക് മടങ്ങാം. അവിടെ നിങ്ങൾക്ക് 34 അധ്യായം കാണാം. ഇതിൽ പറയുന്ന 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. തീർച്ചയായും ദാവൂദിന് നാം നമ്മുടെ പക്കൽ നിന്ന് അനുഗ്രഹം നൽകുകയുണ്ടായി. നാം നിർദ്ദേശിച്ചു, നാം അദ്ദേഹത്തിന് ഇരുമ്പ് മയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പൂർണ്ണവലുപ്പമുള്ള കവചങ്ങൾ നിർമ്മിക്കുകയും അതിന്റെ കണ്ണികൾ ശരിയായ അളവിലാക്കുകയും ചെയ്യുക എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ചെയിൻ മെയിലിനെയാണ് സൂചിപ്പിക്കുന്നത്. ന്യായമായും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഏകദേശം ബിസി 1000 ജീവിച്ച ദാവീദിന്റെ കാലത്തു ചെയിൻ മെയിൽ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നോ എന്നതാണ്. ഇല്ല, അന്ന് അത് ഉപയോഗിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? ശരി, നമുക്ക് സ്ലൈഡുകളിലേക്ക് മടങ്ങാം. ദാവീദ് ജീവിച്ചിരുന്നത് 1000 ബിസിയിലാണ്. 800 വർഷങ്ങൾക്ക് ശേഷം ബിസി 200 വരെ ചെയിൻ മെയിലുകൾ കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. അതിനാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായും ഖുറാൻ ആരെഴുതിയാലും അവർ ഇതൊന്നും അറിയാതെയാണ് ഇത് എഴുതിയത്. ബിസി 200 വരെ ചെയിൻ മെയിൽ കണ്ടുപിടിക്കപ്പെട്ടില്ലായിരുന്നു എന്ന വസ്തുത അവർക്കറിയില്ലായിരുന്നു. അതിനാൽ 9-10 നൂറ്റാണ്ടുകളിൽ അവർക്കത് ഉണ്ടായിരുന്നതിനാൽ അവർ അത് ദാവീദിന്റെ കാലത്തുമുണ്ടായിരുന്നിരിക്കണം എന്ന് അനുമാനിച്ചു. ഇത് സംഭവിക്കാവുന്ന തെറ്റാണ്. പക്ഷേ അല്ലാഹു ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നും കാണിക്കുന്നു. ഇത് ഇപ്പോൾ മറ്റൊന്നുമല്ല, ഇത് സാധാരണമായ ഒരു മനുഷ്യപിശകാണ്. അവർക്ക് അവരുടെ ചരിത്രം അറിയില്ലായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് സ്ലൈഡിലേക്ക് മടങ്ങാം. അടുത്തത് നോക്കാം. ഇത് ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഖുറാൻ നോക്കുമ്പോൾ അതിന്റെ അധ്യായം 7 120 കുറയ്ക്കുക 124 ഭാഗത്തു കാണാം. ഫറവോൻ മന്ത്രവാദികളോട് ക്രൂശുമരണത്തെക്കുറിച്ചു പറയുന്നുണ്ട്. ഫറവോൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണോ? ഈ നഗരത്തിലുള്ളവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങളെല്ലാം കൂടി ഇവിടെ വെച്ച് നടത്തിയ ഒരു ഗൂഢതന്ത്രം തന്നെയാണിത്. അതിനാൽ വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി ഞാൻ മുറിച്ചുകളയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളെ മുഴുവൻ ഞാൻ ക്രൂശിക്കുകയും ചെയ്യും. തീർച്ച അധ്യായം 20-71 മണിലും ഇത് ആവർത്തിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ അവനെ വിശ്വസിച്ചു കഴിഞ്ഞെന്നോ? തീർച്ചയായും നിങ്ങൾക്ക് ജാലവിദ്യ പഠിപ്പിച്ചുതന്ന നിങ്ങളുടെ നേതാവ് തന്നെയാണവൻ. ആകയാൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചുകളയുകയും ഈന്തപ്പനത്തടികളിൽ നിങ്ങളെ ക്രൂശിക്കുകയും ചെയ്യുന്നതാണ്. ഞങ്ങളിൽ ആരാണ് ഏറ്റവും കഠിനമായതും നീണ്ടുനിൽക്കുന്നതുമായ ശിക്ഷ നൽകുന്നവന് എന്ന് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ബിസി 1400 ജീവിച്ചിരുന്ന മോശയുടെ കാലത്ത് അവിടെ ക്രൂശീകരണം വളരെ സാധാരണമായിരുന്നുവെന്ന് കാണുന്നു. ഫറവോന്റെ മന്ത്രവാദികൾക്ക് മോശയുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അതിനാൽ അവരെ ക്രൂശിക്കാൻ അയച്ചു. അധ്യായം 12-41 മണി ഭാഗത്തേക്ക് നിങ്ങൾ പോയാൽ ഇവിടെ നിങ്ങൾ ജോസഫിന്റെ കാലത്തേക്ക് മടങ്ങുന്നു. ഇപ്പോൾ നമ്മൾ 1800 ബിസിയിലേക്ക് പോകുന്നു. അതിനാൽ നമ്മൾ 400 വർഷങ്ങൾക്ക് മുമ്പ് പിന്നിലേക്ക് പോകുകയാണ്. അന്നു ജയിലിലെ സഹജീവികളോട് യോസേഫ് പറയുന്നു, ജയിലിലെ 2 സുഹൃത്തുക്കളെ, എന്നാൽ നിങ്ങളിലൊരുവൻ തന്റെ യജമാനെന്ന് വീഞ്ഞ് കുടിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മറ്റേ ആൾ ക്രൂശിക്കപ്പെടും. എന്നിട്ട് അയാളുടെ തലയിൽ നിന്ന് പറവകൾ കൊത്തിത്തിന്നു. ഏതൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ഇരുവരും വിധി ആരായുന്നുവോ ആ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ജോസഫിന്റെ സമയത്ത് ഈജിപ്തിലെ ജയിലിൽ കഴിയുമ്പോൾ അവനോടൊപ്പം ജയിലിൽ കിടക്കുന്ന ആളും ക്രൂശിക്കപ്പെടാൻ പോകുന്നു. റോമാക്കാരാൽ ബിസി 1800 ബിസി 1400 അവിടെ നടക്കുന്ന ക്രൂശീകരണങ്ങൾ. നമുക്ക് സ്ലൈഡിലേക്ക് വീണ്ടും നോക്കാം. ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു. മോശ 1447 ആണ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് നന്നായി അറിയാം. ജോസഫ് ജീവിച്ചിരുന്നത് ബിസി 1800 ഈജിപ്തിൽ ക്രൂശീകരണങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. അതാണ് ആദ്യത്തെ പ്രശ്നം. ഇത് തെറ്റായ രാജ്യമാണ്. ക്രൂശീകരണം ആദ്യമായി അവതരിപ്പിച്ചത് ബിസി 500 എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിതാണ്,
പ്രവചിക്കപ്പെട്ടതാണ്. യെശയ്യാവ് 53 ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള പ്രവചനത്തെ ഇത് കൂടുതൽ ശക്തമാക്കുകയാണ്. കാരണം റോമാക്കാർ അത്തരം സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്നതിന് 200 വർഷം മുമ്പ് അത്. അതെ, നമുക്ക് അതിലേക്ക് തന്നെ അടുത്തതായി പോകാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നാം കണ്ട അധ്യായം 20:71 അടിസ്ഥാനപരമായി അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്ന് മുറിക്കുക എന്ന ആശയം ഹൈവേ കവർച്ചയ്ക്കായി ശരീഅത്ത് നിയമം ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികതയാണ്. ഖുർആൻ 5-ാം അധ്യായത്തിൽ 33 വാക്യത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നു. അതിനൊരു ഇസ്ലാമിക സ്വരമുണ്ട് എന്ന് തോന്നുന്നു ഇവിടെ. അത് നാം താൽപ്പര്യത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അധ്യായം 5:32 മണിയിൽ തങ്ങൾ യഹൂദന്മാരുമായി മാത്രം ബന്ധമുള്ള സമാധാനപ്രേമികളാണെന്ന് കാണിക്കുന്നത് സൗമ്യമാണെന്ന് മുസ്ലിംകൾ വിശ്വസിക്കുന്നു. അതേസമയം 5:33 മണി നമ്മളെ സംബന്ധിച്ചു പറയുന്നതാണ്. അല്ലാഹുവിനും അവന്റെ പ്രവാചകനും എതിരെ നാം നിൽക്കുകയാണെങ്കിൽ നാം ക്രൂശിക്കപ്പെടണം, നമ്മുടെ കൈകളും കാലുകളും മുറിച്ചു കളയണം. നമുക്ക് വീണ്ടും സ്ലൈഡുകളിലേക്ക് പോയി ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പോൾ അവർക്ക് ഇത് തെറ്റിപ്പോയി. അവർ കൃത്യമായി രേഖപ്പെടുത്തേണ്ട ഒരു ക്രൂശുമരണം ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെതാണ്. എന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കഥയിലേക്കെത്തുമ്പോൾ ആ ഒരു ക്രൂശീകരണത്തിന് എന്താണ് ശരിയായിരിക്കേണ്ടത് അത് അവർ പൂർണ്ണമായും നിഷേധിക്കുന്നു. അത് എഴുതിയിരിക്കുന്നത് ഈ സംഭവം നടന്നതിനു ശേഷം ആണെന്നും ഓർക്കുക. നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നം കാണുന്നു. അധ്യായം 4 വാക്യം 157. അല്ലാഹുവിന്റെ ദൂതനായ മരീമിന്റെ മകൻ മസീഹ് ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണുണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈസായുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഇവിടെയാണ് പ്രശ്നം. അൽഫാദി 8-9 നൂറ്റാണ്ടുകളിലാണ് ഖുർആൻ എഴുതിയത്. 1-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവത്തിലേക്ക് തിരിഞ്ഞുനോക്കി എഴുതിയിരിക്കുന്നതാണ് ഇത്. അതിനാൽ അവർ ഒരു ചരിത്ര സംഭവത്തിനു പിന്നാലെയാണ്. ഇത് ലോകമെമ്പാടും ഉള്ളതിനാൽ അവർക്ക് ഇത് ശരിയായി ലഭിക്കേണ്ടതായിരുന്നു. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. ഈ സംഭവം നടന്നോ ഇല്ലയോ എന്ന് ശരിക്കും അറിയാൻ നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. അവർ ഇതിൽ ശരിയാണോ എന്ന് നോക്കാം. അതിനായി ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരിലേക്ക് മടങ്ങുക എന്നതാണ്. അതിനാൽ നമുക്ക് അത് ചെയ്യാം. നമുക്ക് വീണ്ടും സ്ലൈഡിലേക്ക് നോക്കാം. എന്താണ് കണ്ടെത്തുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചരിത്രരേഖയിലേക്ക് മടങ്ങാം. താലസ്, ഫ്ലെഗോൻ തുടങ്ങിയ ആളുകളിലേക്ക് പോകാം. 2 ഗ്രീക്ക് ആക്ഷേപഹാസ്യരായിരുന്നു ഇവർ. 52 എഡിയിൽ ഇവർ ഒരു സംവാദം നടത്തുന്നു. ചർച്ചയുടെ മധ്യത്തിൽ അവർ 19-20 വർഷം മുമ്പ് 33 എഡിയിൽ ക്രൂശിക്കപ്പെട്ട ഈ വ്യക്തിയെക്കുറിച്ചുള്ള പ്രശ്നവും ഉന്നയിക്കുന്നു. അവർ അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ദിവസത്തെ പറ്റി അവർ പരാമർശിക്കുന്നു. അവൻ ക്രൂശിക്കപ്പെട്ട ദിവസം ഭൂമി കുലുങ്ങുകയും സൂര്യൻ ഇരുണ്ടുപോകുകയും ചെയ്തു. ഇവിടെ വളരെ വ്യക്തമാണ്. ക്രിസ്ത്യാനികളല്ലാത്ത ഫാലസും ഫ്ലെഗോണും എന്ന ഗ്രീക്ക് ആക്ഷേപഹാസ്യവാദികൾ ഇത് ഒരു ചരിത്ര സംഭവമാണെന്ന് അവർക്കറിയാവുന്നതുപോലെ സംസാരിക്കുകയാണ്. 20 വർഷത്തിനുള്ളിൽ ഇതൊരു ചരിത്ര സംഭവമാണെന്ന് അവർ മനസ്സിലാക്കി. നമുക്ക് വീണ്ടും സ്ലൈഡിലേക്ക് മടങ്ങാം. മറ്റൊരു ഗ്രീക്ക് സറ്റേറിസ്റ്റ് ആയ ലൂസിയനെ നോക്കൂ. 2-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ക്രൂശീകരണത്തെക്കുറിച്ചു എഴുതുന്നു. മാത്രമല്ല 73 എഡിയിൽ മാർ ബെൻ സെറാപ്യൻ പേഗൻ എഴുതുന്ന എഴുത്തിൽ ക്രൂശീകരണത്തെക്കുറിച്ച് എഴുതുന്നു. ഇനിയും നമുക്ക് റോമിൽ താമസിക്കുന്ന യഹൂദ ചരിത്രകാരനായ ജോസീഫ്സിന്റെ അടുത്തേക്ക് പോകാം. അദ്ദേഹം 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിൽ ആകാമെന്നും ചിലർ പറയുന്നു. യേശുവിന്റെ മരണത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും എഴുതുന്നു. മാത്രമല്ല യേശുവിന്റെ സഹോദരനും കൊല്ലപ്പെട്ടുവെന്ന് അദ്ദേഹം പരാമർശിക്കുന്നു. കൂടാതെ ക്രിസ്ത്യാനികൾ യേശുവിനെ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പരാമർശിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റ യേശുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഒരേയൊരു പരാമർശം ജോസീഫ്സിൽ നിന്നുള്ളതാണ്. അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നില്ല എങ്കിലും ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് സ്ലൈഡുകളിലേക്ക് മടങ്ങാം. താസിറ്റസിന്റെ കാര്യം പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരു റോമൻ ചരിത്രകാരനാണ്. മാത്രമല്ല ക്രിസ്ത്യാനികളെ പറ്റി നല്ലതായി പറയാൻ അദ്ദേഹത്തിന് ഒന്നുമില്ല. ക്രിസ്ത്യാനികളെ അദ്ദേഹം തീർത്തും വെറുക്കുന്നു. എന്നാൽ 1-ാം നൂറ്റാണ്ടിനുള്ളിൽ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം യേശു മരിച്ചുവെന്ന് പരാമർശിക്കുന്നു. മാത്രമല്ല അത് എപ്പോഴാണെന്നും പറയുന്നു. തിബീരിയാസിന്റെ അധികാരത്തിൻ കീഴിലായിരുന്ന പീലാത്തോസിന്റെ അധികാരത്തിൻ കീഴിൽ യേശു മരിച്ചു എന്ന് പറയുന്നു. അതിനാലാണ് ഇത് AD 33 ആണെന്ന് നമുക്കറിയാവുന്നത്. വീണ്ടും സ്ലൈഡിലേക്ക് പോകുക. നമ്മൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. കുരിശിൽ കിടന്നത് യേശുവാണെന്ന് 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും ഗ്രീക്ക് റോമൻ ജൂത ചരിത്രകാരന്മാരെല്ലാം സമ്മതിക്കുന്നു. ഇവർ എല്ലാവരും പുറത്തുള്ളവരാണ്. ശത്രുക്കളായ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ശത്രുക്കളായ സാക്ഷികൾ എന്ന് പറയാം. അവർ ക്രിസ്ത്യാനികളല്ല. എന്നാൽ അവരുടെ എഴുത്തുകൾ അവിടെ ഉണ്ടായിരുന്നവരുടെ ബൈബിൾ വിവരണത്തോട് യോജിക്കുന്നു. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. യോഹന്നാൻ അവിടെ കുരിശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? കുരിശിൽ കിടന്ന ആ മനുഷ്യൻ ആരാണെന്ന് അവനറിയാം. അവൻ അവനോടൊപ്പം 3 വർഷം ഉണ്ടായിരുന്നു.
ശരിയാണ്. മറിയ കുരിശിന്റെ ചുവട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. അവനെ 33 വർഷമായി അവൾക്കറിയാം. അവൾ അവന്റെ അമ്മയായിരുന്നു. അവൾ സ്വന്തം മകനെ അറിയുമായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? അവിടെ മറ്റൊരാളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അവൻ എന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ക്രൂശിൽ കിടന്ന ആ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുക. പെട്ടെന്ന് എങ്ങനെയോ മാന്ത്രികമായി രൂപാന്തരപ്പെടുകയും തന്റെ വിധി പെട്ടെന്ന് അംഗീകരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിട്ടും തോന്നുന്നില്ല. കുരിശിൽ കിടന്ന് അവൻ പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായ്കയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്റെ ആത്മാവിനെ തൃക്കൈയിൽ സമർപ്പിക്കുന്നു. താൻ ആരാണെന്നോ തെറ്റായ മനുഷ്യനാണോ എന്നോ അറിയാത്ത ഒരു മനുഷ്യനെപ്പോലെ അദ്ദേഹത്തെക്കുറിച്ചു തോന്നുന്നുണ്ടോ? നമുക്കറിയാവുന്ന മുൻകാല കൈയെഴുത്തുപ്രതികളിൽ ആ വാക്യം ഇല്ലെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അതെ, ഖുറാന്റെ ആദ്യ പതിപ്പുകളിൽ ഈ വാക്യം ഇല്ല. അപ്പോൾ അത് പിന്നീട് തിരികെ കയറ്റിയതാണോ? അതെ, അത് പിന്നീട് കൂട്ടിച്ചേർത്താണ്. കാരണം അദ്ധ്യായം 19:33 മണിയിൽ പറയുന്നു, ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എന്റെ മേൽ ശാന്തി ഉണ്ടായിരിക്കും. ഇവിടെ യേശു ഒരു ശിശുവായി സംസാരിക്കുകയാണ്. പിന്നീട് അദ്ധ്യായം 3:55 മണിയിൽ അല്ലാഹു യേശുവിനോട് ഞാൻ നിന്നെ കൊന്ന ദിവസത്തിൽ എന്ന് പറയുന്നു. ഞാൻ യഥാർത്ഥത്തിൽ നിന്നെ കൊന്നുവെന്ന് യേശുവിനോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെക്കുറിച്ച് നിരവധി ചർച്ചകളുണ്ട്. വ്യാഖ്യാനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ അവർ മുതവാഫിക്കയെക്കുറിച്ചുള്ള വിചിത്രമായ വിശദീകരണങ്ങളും യേശുവിന്റെ പ്രസ്താവനയിലൂടെ എന്താണ് താൻ ഉദ്ദേശിച്ചതെന്നും പറയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം യോഹന്നാൻ സ്നാപകൻ അതേ അധ്യായത്തിൽ 19 അധ്യായത്തിൽ ഇതേ സൂത്രവാക്യം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും എങ്ങനെയോ യോഹന്നാൻ സ്നാപകൻ മരിച്ചു. എന്നാൽ യേശു മരിച്ചില്ല. അതെ അതെ അതെ, ഞങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായി ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഇത് എന്റെ സിദ്ധാന്തം കൂടിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ധാരാളം ഷോകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിലും അറബിയിലും ക്രൂശീകരണത്തെക്കുറിച്ച് മറ്റൊരു സീരീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്. ഖുറാൻ രചയിതാവ് ക്രൂശീകരണത്തെക്കുറിച്ച് വികലമായി അവതരിപ്പിച്ചുവെന്നത് ശരിയാണെങ്കിലും അതിനെക്കുറിച്ചു എന്തെങ്കിലും എഴുതാൻ സമയമെടുത്തു എന്ന് തന്നെ എന്തോ സംഭവിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. ഖുറാനിന്റെ രചയിതാവ് അത് നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം. ഇത് ഒരു തർക്കമാണെന്ന് തോന്നുന്നു. അതെ, കൃത്യമായി.